രണ്ടാം ചേകനൂർ മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന CH മുസ്തഫ മൗലവി മടവൂർ കോട്ടയിലേക്ക് പ്രത്യേകം ക്ഷണിതാവായി നോട്ടീസിലൊക്കെ പേരച്ചടിച്ചു വന്ന് നിരന്തരം ക്ഷണിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വരികയും കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി അടക്കമുള്ള എല്ലാവരും കൂടി അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുകയും ചെയ്തത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോൾ നൗഷാദ് മൗലവി എന്ന് പറയുന്ന ഇബ്ലീസ് ത്വരീഖത്തിന്റെ കോളാമ്പി മംഗലാപുരത്ത് വെച്ച് പരമാവധി വെളുപ്പിക്കാൻ ശ്രമിച്ചു തൗബയുടെ പേരിൽ. പക്ഷെ വെളുക്കാൻ തേച്ചത് പാണ്ടായി. മുസ്തഫ മൗലവി തന്നെ ആ തൗബയുടെ വാദം ഒളിച്ച് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ കയ്യിൽ കൊടുത്തപ്പോൾ നൗഷാദ് മൗലവി പറയാണ് ആ അഭിമുഖം മുഴുവനും നമ്മൾക്ക് അനുകൂലമാണ്, AP വിഭാഗത്തിന് അത് എതിരാണ് എന്ന് നൗഷാദ് മൗലവി പറയട്ടെ. അയാളുടെ അഭിമുഖത്തിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ബൽക്കെതിരാ. A മുതൽ Z വരെ ബല അങ്ങോട്ട് ശരിയാക്കിയില്ലേ. അഭിമുഖം വന്നപ്പോ നമ്മള് പറഞ്ഞതിനോട് എതിരെ അയാള് നമ്മൾ പറഞ്ഞ അല്ല നൗഷാദെ, മംഗലാപുരത്ത് വെച്ച് നീ പറഞ്ഞത് എന്തായിരുന്നു? ഈ CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന വ്യക്തി മടവൂർ കോട്ടയിലെ തങ്ങളെ ആരിഫായി വലിയായി അംഗീകരിച്ച് തോപ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് നിരന്തരം ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വിളിച്ചു വന്നതാണ് എന്നല്ലായിരുന്നോ? പക്ഷെ ഈ മുസ്തഫ മൗലവി പറഞ്ഞല്ലോ, എന്നെ നിരന്തരം ക്ഷണിച്ചു, 5-6 മാസമായി എന്നെ ക്ഷണിക്കുന്നു. ആ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ പോയത്. എനിക്ക് പലപ്പോഴും പോകാൻ കഴിഞ്ഞില്ല. പിന്നെയും കഴിഞ്ഞ 1-ാം തീയതി ഈ വടിത്തങ്ങളുടെ അനുയായി വീണ്ടും എന്നെ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോയത് എന്ന് പറഞ്ഞല്ലോ. നീ പറഞ്ഞത് എന്തായിരുന്നു? ഇദ്ദേഹം തോബയുടെ മനസ്സോടുകൂടെ അങ്ങോട്ട് വന്നതായിരുന്നു എന്നല്ലേ? ഇദ്ദേഹം പറയാണ് എനിക്കങ്ങനെ തോബയുടെ യാതൊരു ആവശ്യവും ഇല്ല, ഞാൻ തോബ ചെയ്യാൻ വേണ്ടി പോയതല്ല, എന്നെ ക്ഷണിച്ചിട്ട് പോയതാണ് എന്ന് നൗഷാദ് മൗലവി ഇതിന് എന്തെങ്കിലും വ്യക്തമായ മറുപടി പറഞ്ഞോ? കടന്നു ഉരുണ്ടു എന്നല്ലാതെ അങ്ങനെ വരാൻ പറഞ്ഞിട്ടുണ്ടാവാം, പോയിട്ടുണ്ടാവാം എന്ന് ആകെ മെഴുകി ഉരുണ്ട് മറിഞ്ഞു പറഞ്ഞു എന്നല്ലാതെ വ്യക്തമായ മറുപടി താങ്കൾ പറഞ്ഞോ? ഇത് താങ്കൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ? നൗഷാദ് മൗലവി മറുപടി പറയണം. നൗഷാദ് മൗലവി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ പൊളിക്കാൻ പറ്റിയ ആൺകുട്ടികൾ ആരാ ഞങ്ങളെ കൂട്ടത്തിലുള്ളത് എന്ന്. ഏതായിരുന്നാലും നൗഷാദ് മൗലവി കൊണ്ടുവന്ന ഓരോ വിഷയങ്ങളും പൊളിച്ച് ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ കയ്യിൽ കൊടുക്കുകയാണ്. നൗഷാദ് എന്ത് മറുപടി പറയും നമുക്ക് കാണാലോ. ഏതായാലും നൗഷാദ് മൗലവി ചോദിക്കട്ടെ, ആരാ ആൺകുട്ടികൾ നിങ്ങളെ അടുത്തുള്ളത് എന്ന്. അത് എന്ത് പൊളിയാൻ, അങ്ങനെ പൊളിക്കാൻ പറ്റിയൊരു മുതലപ്പുറത്ത് വേണ്ട. ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ നൗഷാദ് മംഗലാപുരത്ത് പറഞ്ഞ ഓരോ വിഷയങ്ങളും പൊളിച്ച് കയ്യിൽ തരികയാണ്. നൗഷാദ് വ്യക്തമായി മറുപടി പറയണം. നൗഷാദ് എന്ത് ചെയ്യാണ്? CH മുസ്തഫ മൗലവിനെ തോബ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരികയാണ്. മുസ്തഫ മൗലവി വളരെ വിനയത്തോടുകൂടെ താഴ്മയോടുകൂടെ മുസ്തഫ മൗലവി ഇങ്ങോട്ട് അപേക്ഷിച്ചു, ഞാൻ എനിക്ക് തങ്ങളൊന്ന് കാണണം, കൈപിടിക്കണം, തോബ ചെയ്ത് മടങ്ങണം. അങ്ങനെ തങ്ങളെ മുന്നിലേക്ക് നൗഷാദ് മൗലവി പറയട്ടോ, നൗഷാദ് മൗലവിയാണല്ലോ ഇപ്പൊ തോബ ചെയ്യാൻ കൊണ്ടുവരുന്ന ആള്. അങ്ങനെ രണ്ടാം ചേകനൂർ മൗലവിനെ എല്ലാ നിരക്കും അദ്ദേഹത്തിന്റെ പഴയ ആശയങ്ങളിൽ നിന്നൊക്കെ മാറി ഖേദ മനസ്സോടുകൂടെ അദ്ദേഹം തോബ ചെയ്യാൻ വേണ്ടി തങ്ങളോട് കേണപേക്ഷിച്ച് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട്, നൗഷാദിന്റെ ഭാഷയാണ്, ഇങ്ങനെ വരികയാണ്. വന്നു തങ്ങളെ മുന്നിൽ വളരെ വിനയത്തോടുകൂടെ തങ്ങളുടെ കാൽ കീഴിൽ മുസ്തഫ മൗലവി ഇരിക്കുകയാണ്. അങ്ങനെ മുസ്തഫ മൗലവിക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങളാണോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഉന്നയിച്ചത്, നൗഷാദിനെ പറയാം, നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഉണ്ടല്ലോ, ആ വികലമായ ആശയങ്ങളെ കുറിച്ച് ഓരോ ഹദീസുകളും ഈ വടിത്തങ്ങൾ എന്ന് പറയുന്ന ആള് മുസ്തഫ മൗലവിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നിങ്ങളാണ് സ്വീകരിച്ചാളി, നൗഷാദ് പറഞ്ഞല്ലേ, ആ വടിത്തങ്ങൾ ഇങ്ങനെ ഓരോ ഹദീസുകളും ഇദ്ദേഹത്തിന്റെ വികലമായ ആശയങ്ങൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നൗഷാദ് മൗലവി ഉണ്ട്, അതേപോലെ കോമാട്ടുചാൽ അബ്ദുള്ള, എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വടിത്തങ്ങൾ ഹദീസുകൾ ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുത്തു. മുസ്തഫ മൗലവി വിനയാന്വിതനായി കേണ് ആ തങ്ങളെ കാൽക്കീൽ ഇങ്ങനെ ഇരുന്ന് ഹദീസുകൾ മുഴുവനും കേട്ടു. തങ്ങൾ പറഞ്ഞു, മുസ്തഫ ഇത് കേട്ടാൽ മാത്രം പോരാ, ഇത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ കാഫിറായി ചത്തുപോകും. അല്ലാഹ് മുസ്തഫ മൗലവി കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചു, എല്ലാം അംഗീകരിച്ചു. ചോദിക്കുന്നു, സമ്മതം കൊടുക്കുന്നു, അത് തന്നെ തങ്ങളെ മുമ്പിൽ വന്ന് അദ്ദേഹം ആ തോബയുടെ മനസ്സിലിട്ട് വരിക കേട്ടോ. ആര്? ആ മുസ്തഫ മൗലവി വരികയാണ്. എല്ലാം അംഗീകരിക്കുന്നു, സമ്മതം ചോദിക്കുന്നു, വരുന്നു, എല്ലാം അംഗീകരിക്കുന്നു. പോരാ നൗഷാദ് പറഞ്ഞു എങ്ങനെയൊക്കെയാ തോബന്റെ രൂപം എന്ന് പറയും. തങ്ങൾ അവിടെ കൃത്യമായി മജ്ലിസിന് മുമ്പിൽ ഇരുന്നപ്പോ, മജ്ലിസ് നടക്കുന്നതിന് മുമ്പ് തങ്ങൾ ഇരുന്നല്ലോ, കൃത്യമായി ഓരോ ഹദീസുകൾ എടുത്തുകൊണ്ട് തന്നെ പഠിപ്പിക്കുകയാണ്. ഞാനുണ്ട്, ഷെയ്ഖുൻ, ഞങ്ങളെല്ലാരും ഉണ്ട്. ഈ ഹദീസിൽ വിശ്വസിക്കണം കേട്ടോ. എത്ര കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വികലമായ ആശയങ്ങൾക്കെതിരെയുള്ള ഹദീസുകളൊക്കെ ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചു. ഇല്ലെങ്കിൽ കാഫിറായി ചത്തുപോകും. മുസ്തഫ മൗലവി കണ്ണീരൊലിപ്പിച്ച് ഇങ്ങനെ തൗബയുടെ മനസ്സുമായിട്ട് ഇരിക്കുകയാണ്. എല്ലാം അംഗീകരിച്ചു. അംഗീകരിച്ചാൽ മാത്രം പോരാ, മുസ്തഫ മൗലവി പറയാണ്, മുസ്തഫ ഇത് അംഗീകരിച്ചുകൊണ്ട് മാത്രം പോരാ. അപ്പൊ മുസ്തഫ മൗലവി, ഗുരു ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ മുസ്തഫാനോട് ഇജെന്ത് ചെയ്യണം? കോമാട്ടുചാൽ അബ്ദുള്ളയാണ് നിൽക്കണത്, ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് ഇജെന്ത് ചെയ്യണം? 4 ചാട്ടം അവിടെ പോയി ചാടണം. മുസ്തഫ മൗലവി, അതെ അതും ഞാൻ അംഗീകരിക്കാം. നൗഷാദ് പറയട്ടെ.
തങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല അത് കാണിക്കണം എന്ന്. എങ്ങനെ കാണിക്കേണ്ടത് ഗുരു എന്ന് മുസ്തഫ മൗലവി ചോദിച്ചു. അപ്പൊ നൗഷാദ് പറയാണ് എങ്ങനെ കാണിക്കേണ്ടത്. തങ്ങള് എങ്ങനെ കാണിക്കല്? ഷാദുലി റാത്തീബിന്റെ മജ്‌ലിസിലിരിക്കണം. ഞാൻ അങ്ങനെ കരുതി പോയി നൗഷാദ് പറയോ. മുസ്തഫ മൗലവി ഞങ്ങളോട് പറഞ്ഞു വേണമെങ്കിൽ ഞാൻ ആ ഹദറത്തിൽ ഒരു 4 വട്ടം അങ്ങോട്ട് തലകുത്തി മറിഞ്ഞോടാ. പക്ഷെ ഞാനും ഞങ്ങളെ ഷെയ്ഖും പറഞ്ഞു ഇപ്പം അറിയേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മറിഞ്ഞാൽ മതി എന്ന് പറയുമെന്ന് നൗഷാദിന് പറയുമെന്ന് വിചാരിച്ചു പോയി. പക്ഷെ നൗഷാദ് പറഞ്ഞിട്ടില്ല, കുറച്ച് കഴിഞ്ഞാൽ പറയുമെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്നാലും ഇങ്ങനൊക്കെ വളരെ ഖേദ മനസ്സോടുകൂടെ വന്നതല്ലേ. ആര്? മുസ്തഫ മൗലവി ഖേദ മനസ്സോടുകൂടെ വന്നതാണ്. അപ്പൊ എല്ലാം പറഞ്ഞു, ഒക്കെ അംഗീകരിച്ചു, എല്ലാം സ്വീകരിച്ചു. വികലമായ ആശയങ്ങളുടെ ഹദീസുകളൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം സ്വീകരിച്ചു. അവസാനം സമൂഹത്തിന് കാണിക്കാൻ ആ ഹദറത്തിൽ പോയാണ് 4 ചാട്ടും ചാടി അല്ലെ. നൗഷാദ് പറഞ്ഞാട്ടോ അതൊക്കെ എല്ലാവരും സ്വീകരിച്ചു അംഗീകരിച്ചെടുത്താളി. പിന്നെ പറയാം അപ്പൊ ഇന്നാലും എന്തെങ്കിലും കുറച്ചൊക്കെ എന്തുണ്ടാകും, കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്തു, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്താണെങ്കിൽ തീരുമാനമാക്കാമെന്നും പറഞ്ഞു. ആര്? നൗഷാദ് പറയട്ടെ. ഇനി മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഇരുന്നിട്ട് ചർച്ച ചെയ്ത് വേണ്ട രൂപത്തിൽ ചെയ്യും. ഓ, എത്ര കൃത്യമായിട്ടാണ് ആ തോബയുടെ രൂപം നൗഷാദ് ഇങ്ങനെ അവതരിപ്പിക്കണത്. ആ മുന്നിലിരിക്കുന്ന സാധുക്കളൊക്കെ നമ്മളെ ഷെയ്ഖും നൗഷാദും ഒക്കെ ഇങ്ങനെ സാക്ഷിയായിട്ട് ആ മുസ്തഫ മൗലവി 2-ാം ചേകനൂർ വികരമായ ആശയങ്ങള്, യുദ്ധത്തിലേക്ക് എത്തുന്ന കുഫറിലേക്ക് എത്തുന്ന ആശയങ്ങള്, ആശയങ്ങളിൽ നിന്ന് മുസ്തഫ മൗലവി തോബ ചെയ്ത് മടങ്ങണം എന്നുണ്ടെങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം 2ാമത് ഷഹാദത്ത് കലിമ ചൊല്ലണം. അല്ലാതെ ഷാദുലി റാത്തിൽ പോയിട്ട് 4 ചാട്ടം ചാടി കൊണ്ടൊന്നും എന്ത് ചെയ്യൂല, തോബാകൂല. ഏതായാലും അടക്കട്ടെ, ഏതായിരുന്നാലും ഇവരിങ്ങനെ തോബ ചെയ്യിപ്പിച്ചല്ലോ. അപ്പം ഈ അഭിമുഖത്തിൽ ഇനി എന്ത് ചെയ്യണം? മുസ്തഫ മൗലവി പറയണം അതെ ഞാൻ തോബ ചെയ്തു, ഞാൻ കേണപേക്ഷിച്ചു, പൊട്ടിക്കരഞ്ഞു, അവിടെ നിന്ന് ഷാദുലി റാത്തിൽ പങ്കെടുത്തു, എന്റെ വികരമായ ആശയങ്ങളൊക്കെ എനിക്ക് ബോധ്യപ്പെടുത്തിയിരുന്നു, ഞാൻ സ്വീകരിച്ചു എന്നല്ലേ പറയണ്ടേ. അപ്പം മുസ്തഫ മൗലവി എന്താ പറയണത് നമുക്ക് നോക്കുക. പറയുന്ന കാര്യങ്ങൾ പലതിനോടും വിയോജിക്കുന്നുണ്ടാവാം, പക്ഷെ അത് പ്രകടിപ്പിച്ചിട്ടില്ല അവിടെ. അല്ല നൗഷാദ്, എന്ത് കേട്ടില്ലേ ജി? അനക്ക് അനുകൂലമായിട്ടല്ലേ ഈ പറയണത്. എതിരായിട്ടുള്ള ആശയങ്ങളുണ്ടാവും, പക്ഷെ എന്നോട് അതൊന്നും എവിടെയും പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പൊ നൗഷാദ് എന്തേ പറഞ്ഞു? ഹദീസുകളൊക്കെ ഓതി കൊടുത്തു, എല്ലാം അംഗീകരിച്ചു. ഇവിടെ ഇപ്പം പറയുന്നല്ല, എന്നോട് എതിരായിട്ട് അഭിപ്രായം ഉണ്ടാവും, എവിടെയും പ്രകടിപ്പിച്ചിട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ട നൗഷാദെ? ഇത് മറുപടി പറയും. ആണായി പറഞ്ഞവനാണെങ്കിൽ ആദർശം ഏതെങ്കിലും അമ്മിക്കടയിൽ പണയം വെച്ചിട്ടില്ലെങ്കിൽ, നട്ടല് നിവർത്തി ആദർശം പറയാൻ ആർജവനക്കുണ്ടെങ്കിൽ പറയും നൗഷാദെ. ഇത് ആര് പറഞ്ഞു? നീ ഈ പറഞ്ഞ ഈ തോബ ചെയ്യിപ്പിക്കലാണോ ശരി? അതല്ല, മുസ്തഫ മൗലവി പറയുന്നു ഇല്ല, എന്നോട് എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മുസ്തഫ മൗലവി പറയുന്നു ഞാൻ തോബ ചെയ്യാൻ എവിടെയും പോയിട്ടില്ല, എനിക്ക് തോബ ചെയ്യേണ്ട ആവശ്യമില്ല. പറയട്ടെ മുസ്തഫ മൗലവി. ഞാൻ തൗബ ചെയ്യേണ്ടുന്ന എന്തെങ്കിലും പാപമോ തെറ്റോ ചെയ്യുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നുള്ളത് എന്റെ സ്വകാര്യമായ ഒരു സംഗതിയാണ്. അകമ്പുള്ള ആശയങ്ങൾ മുസ്തഫ മൗലവി പറയണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്റെ ആശയങ്ങൾ അത് എന്റെ ബോധ്യങ്ങളാണ്, എനിക്ക് അതിന് പിന്മാറേണ്ട ആവശ്യമില്ല, അന്നും ഇന്നും എന്നും ഒരു ആശയം തന്നെയാണ്. അപ്പൊ എന്താ നൗഷാദ് ഇജ്ജി പറഞ്ഞത്? ഒന്നുകിൽ ഇജ്ജി പറഞ്ഞത് കളവാകണം, മുസ്തഫ മൗലവി പറഞ്ഞത് സത്യമാകണം, അല്ലെങ്കിൽ മുസ്തഫ പറഞ്ഞത് കളവാകണം, ഇജ്ജി പറഞ്ഞത് സത്യമാകണം. ഏതാ ഞങ്ങൾ വിശ്വസിക്കേണ്ടേ? ആർജവുണ്ടെങ്കിൽ ആണത്തുണ്ടെങ്കിൽ മറുപടി പറയും നൗഷാദെ, കാണാൻ നമുക്കൊന്ന്. ഇത്ര കൃത്യമായി മുസ്തഫ മൗലവി നൗഷാദിനെ പൊളിച്ചടക്കിയിട്ടും ഞാൻ തോബ ചെയ്യാൻ പോയിട്ടില്ല, എനിക്ക് തോബ ചെയ്യേണ്ട ആവശ്യമില്ല, തോബയുടെ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, എന്റെ ആശയങ്ങൾ എന്റെ വിശ്വാസങ്ങളാണ്, അതിൽ ഞാൻ പിന്മാറേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടും നൗഷാദ് പിന്നെയും പറയാണ് ഇപ്പം തോബയുടെ മനസ്സോടുകൂടെ വന്നതെന്ന്. എന്താ ഇപ്പം നമ്മൾ ഈ നൗഷാദിനോട് മറുപടി പറയാം? പണ്ടൊരു രോഗി ബോധം കെട്ട് കിടന്നപ്പോൾ ഒരു ഡോക്ടർ വന്ന് പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു ഇദ്ദേഹം മരിച്ചാണ്. കുടുംബക്കാരെല്ലാവരും ആ രോഗി ആ മയ്യത്തുമായിട്ട് പെരേക്ക് പോവുകയാണ്. കുളിപ്പിക്കാൻ വേണ്ടി മയ്യത്തിന്റെ മുകളിലേക്ക് വെള്ളം പറഞ്ഞപ്പോൾ മയ്യത്ത് പെട്ടെന്നാണ്ട് എണീച്ചു. അതില് ഒരുത്തൻ പറഞ്ഞു കിടക്കട അവിടെ, ഇജ്ജ് മരിച്ചിണ് പറഞ്ഞു. അപ്പം ഇയാളെ ഞാൻ മരിച്ചിട്ടില്ല. അല്ല, ഡോക്ടറെ പറഞ്ഞ ഇജ്ജ് മരിച്ചിണ്, കിടക്ക അവിടെ. ഞാൻ മരിച്ചിട്ടില്ല. മുണ്ടി പോകരുത്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇജ്ജ് മരിച്ചിണെന്ന്, അതുകൊണ്ട് കിടക്ക അവിടെ. എങ്ങനെയുണ്ട്? ഇതേമാതിരിയാണ് മുസ്തഫ മൗലവി പറഞ്ഞു ഞാൻ തോബ ചെയ്യാൻ പോയിട്ടില്ല, എനിക്ക് അങ്ങനത്തെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ തോബയും ചെയ്തിട്ടില്ല. നൗഷാദ് പറയാം അല്ല, തോബയുടെ മനസ്സോടു കൂടെയാണ് വന്നത്. തോബ എന്ന് പറയുന്നത് ഖേദാണല്ലോ, തോബയുടെ മനസ്സോടു കൂടെ വന്നത്. പിന്നെ അങ്ങനെ തന്നെ പറയും. ഈ അഭിമുഖം വന്നതിന് ശേഷം നൗഷാദ് അതന്നെ പറയണത്. കേട്ടോ നിങ്ങൾ? ഒരാത്മീയ നേതാവാണ്. അവര് പറയുന്ന വാക്കുകൾ സാധാരണ വാക്കുകളല്ല. അവര് അള്ളാഹുവിന്റെ ഒരു ആരിഫാണ് എന്ന് വിശ്വസിച്ചു കൊണ്ടുവന്നു. അല്ല നൗഷാദ്, എങ്ങനെ പലക്കെങ്കിലും മനസ്സിലാക്കി തരാം? മുസ്തഫ മൗലവി പച്ച മലയാളത്ത് പറയാം എനിക്ക് അങ്ങനെ തോബയുടെ ഒരു മനസ്സിൽ ഞാൻ തോബ ചെയ്യാൻ പോയിട്ടില്ല. ഇജി പറയാ പിന്നെ അവിടെ തോബയുടെ മനസ്സോടുകൂടി, തോബ എന്ന് പറഞ്ഞാൽ ഖേദാണല്ലോ, ഖേദ മനസ്സോടുകൂടെ തങ്ങൾ അംഗീകരിക്കുക, അതാണ് ആദ്യപടി, തോബയുടെ ആദ്യപടി അതാണ്, അങ്ങനെ വന്നതാണ്. ഇയാൾ പറയാം അല്ല, അപ്പം പറയാം ആണ്. എങ്ങനെ ഇപ്പം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരിക? ഇതൊന്ന് പറഞ്ഞാൽ ഉഷാദേ. ഇനിയാണ് അടുത്ത രസം. മുസ്തഫ മൗലവി പറയാണ് എന്നെ മടവൂർ കോട്ടയിലേക്ക് ക്ഷണിച്ചത് എന്റെ പ്രഭാഷണങ്ങൾ
ഈ വടിത്തങ്ങൾ എന്ന് പറയുന്ന ആൾ കേട്ട് അതിൽ ആകൃഷ്ടനായി ക്ഷണിച്ചതാണ് എന്ന് മുസ്തഫ മൗലവി പറയട്ടെ. യഹിയൽ ബുഖാരി തങ്ങൾ എന്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് എന്നെ അദ്ദേഹം അറിയുന്നതും മനസ്സിലാക്കുന്നതും. നൗഷാദിന് അനുകൂലമാണെങ്കിൽ നൗഷാദ് പറയേണ്ടത് എന്താണ്? അതേ നട്ടോ. പക്ഷെ നൗഷാദ് ഇവിടെയും കുറ്റം എ പിക്കാർക്കാ പറയണേ. മുസ്തഫ മൗലവി പറയാണ് എന്റെ പ്രഭാഷണങ്ങൾ തങ്ങൾ കേൾക്കലുണ്ട്, എന്നിട്ട് അതിന് കുറ്റം ആർക്ക്? എ പിക്കാർക്ക്. നൗഷാദ് പറയട്ടെ. തങ്ങളവറുകളെ കുറിച്ച്, സയ്യിദവറുകളെ കുറിച്ച് ഈ പറയുന്ന ഈ എ പിക്കാർക്ക് എന്തറിയാം? തങ്ങളെ പണി ഇങ്ങനെ ഓരോരുത്തരുടെ പ്രസംഗം മൊത്തം കേൾക്കുന്ന പണിയാണ്. തങ്ങളാ ഏതൊക്കെ പ്രസംഗം ഉണ്ട് ഇങ്ങോട്ട് എടുക്ക്, എന്നിട്ട് ഇയാളെ. ഈ നൗഷാദിന്റെ തൊലിക്കട്ടി സമ്മതിക്കണം കേട്ടോ. എ പി വിഭാഗത്തിൽ ആരെങ്കിലും ആണോ ഈ വടിത്തങ്ങൾ എന്ന് പറയുന്ന ആൾ CH മുസ്തഫ മൗലവിയുടെ പ്രഭാഷണം കേൾക്കുന്ന ആളാണെന്ന് പറഞ്ഞ്? അത് മുസ്തഫ മൗലവി പറഞ്ഞതല്ലേ ചങ്ങാതി. ഈ എന്തിനാ ഇനി എ പിക്കാരെ മേക്കെട്ടിട്ട് കയറണേ? അനക്ക് തീരെ അന്തെന്ന് പറഞ്ഞ തീരല്ലേ? അസൂയയും അഹങ്കാരവും ആ തലയിലേറ്റിട്ട് എനിക്ക് ഉള്ള അന്തം പറ്റ പോയോ? എന്താ എനിക്ക് സംഭവിച്ചത്? അത് മുസ്തഫ മൗലവി പറഞ്ഞതാ ചങ്ങാതി. മുസ്തഫ മൗലവി അവിടെ നിർത്തിയില്ല, കേൾക്കലുണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയില്ല. മുസ്തഫ മൗലവി അതിന്റെ ശേഷം എന്ത് പറഞ്ഞു എന്നറിയോ? എന്റെ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിന്റെ അനുയായികളോട് കേൾക്കാൻ വേണ്ടി നിർദ്ദേശിക്കാറുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ അനുയായികളിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇതിന് നൗഷാദിന്റെ മറുപടിയാണ് രസം. അത് നിങ്ങളൊന്ന് കേട്ടു, എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. തങ്ങളവറുകൾ ഇദ്ദേഹത്തിൻ്റെതായി കേട്ട സംഗതികൾ അതാണ് അവിടെ വന്ന് പറഞ്ഞത്. എവിടെ നിന്ന് പറഞ്ഞു? കോട്ടയിൽ വന്ന് മുമ്പ് പറഞ്ഞില്ലേ ഷെയ്ഖ് വേണം, ഗുരു വേണം. ഇത് വളരെ കൃത്യമായ വാക്കുകളാണ്. അതിനെക്കുറിച്ചാണ് സയ്യിദ് അവറുകൾ ആ പറയുന്നത്. ഇദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ്. ഇതിനാണ് ഞങ്ങളുടെ നാട്ടിൽ ഉരുളലോട് ഉരുളൽ എന്നറിയില്ല. ഇതിന്നിപ്പോ എന്താ കിട്ടിയേ? തങ്ങള് മുസ്തഫാന്റെ പ്രഭാഷണം കേൾക്കലുണ്ടെന്നോ ഇല്ലാന്നോ? എന്റെ നൗഷാദെ ഇങ്ങനൊക്കെ കിടന്ന് ഉരുളണം ജി. എന്നിട്ട് നൗഷാദ് പറയാണ്, അന്ന് മുസ്തഫ അവിടെ വന്ന് പ്രസംഗിച്ചില്ല, ആ പ്രസംഗത്തിനെ പറ്റിയാണ് ആ പറയുന്നത്. ഏത്? മുസ്തഫ പറയാണ് എന്റെ പ്രഭാഷണം കേട്ടിട്ടാണ് ഇദ്ദേഹം ഇതിൽ ആകൃഷ്ടനായത്, അദ്ദേഹത്തിന് അനുയായികളോട് എന്റെ പ്രഭാഷണം കേൾക്കാൻ ഉപദേശിക്കലുണ്ട് എന്ന് 5-6 മാസം മുമ്പ് ഉപദേശിക്കേണ്ടത് ഏത്? കഴിഞ്ഞ 1-ാം തീയതി നടന്ന പ്രസംഗം കേൾക്കാന്. എന്റെ നൗഷാദെ ഇമ്മാതിരി ഉരുളണം. എന്തിനതൊക്കെ? എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ന്യായീകരണം? ഇനി നൗഷാദ് അന്നോ ഇന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്നറിയോ? മുസ്തഫ മൗലവി മടവൂർ കോട്ടയിലെ വടിത്തങ്ങളെ ഒരു ആത്മീയ ഗുരുവായി കണ്ടു, ഷെയ്ഖായി കണ്ടു. അതാണ് തൗബയുടെ ആദ്യ പടി. അപ്പൊ ഈ മുസ്തഫ മൗലവിക്കുള്ള ആത്മീയ ഗുരുക്കന്മാരെ ആരൊക്കെയെന്ന് നമുക്ക് നോക്കണം. അതിന്റെ മുമ്പ് ഈ തസവുഫ് ആത്മീയതയുടെ ആ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് പഠിച്ച ആളുകളുണ്ടല്ലോ, അവർ ആരാണ്, അവരുടെ തസവുഫ് എന്താണ് എന്ന് മുസ്തഫ മൗലവി ഒന്ന് പറയട്ടെ. എന്നിട്ട് നമുക്ക് മുസ്തഫ മൗലവിയുടെ ആത്മീയ ഗുരുക്കന്മാരെ കുറിച്ച് ചെറിയൊരു പഠനം നമുക്ക് നടത്തി നോക്കാം. ഈ തസവുഫിനുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ മതത്തിന്റെ സാരം ഇതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ എന്റെ മതത്തിന്റെ മാത്രമല്ല മറ്റേ മതത്തിന്റെ സാരവും ഇത് തന്നെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. തേങ്ങ നിങ്ങൾ 2 തെങ്ങിൽ നിന്ന് പറിക്കുന്നു, 2 തെങ്ങിൽ നിന്ന് തേങ്ങ പറിക്കുമ്പോൾ അതിന് 2 കോലങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ പൊട്ടിച്ചുള്ളിലേക്ക് പോകുമ്പോൾ ആ തേങ്ങയുടെ കാമ്പും ഈ തേങ്ങയുടെ കാമ്പും ഒന്നാണെന്നും അതിലും ഇതിലും ഇരിക്കുന്നത് ഒരേ എണ്ണയാണെന്നും മനസ്സിലാക്കാൻ കഴിയും. ആ തെങ്ങിൽ നിന്ന് പറിച്ച തേങ്ങ അത് ചെറുതാണ്, അതിന്റെ ഷേപ്പ് വേറെയാണ്. ഈ തെങ്ങിൽ നിന്ന് പറിച്ച തേങ്ങ വലുതാണ്, ഇതിന്റെ ഷേപ്പ് വേറെയാണ്. ഇത് രണ്ടും 2 തെങ്ങാണ്, 2 തേങ്ങയാണ്. ഏതായാലും മുസ്തഫ മൗലവി കണ്ടെത്തിയ അതൊരു തേങ്ങയാണ്. ഓനൊരു തേങ്ങയായിട്ടാണ് അതൊക്കെ കണ്ടത്. തേങ്ങയുടെ ഷേപ്പ് വ്യത്യാസപ്പെടുന്ന മാതിരിയൊക്കെയാണ് ഇപ്പൊ മതത്തിലുള്ള പരസ്പരമുള്ള വ്യത്യാസങ്ങളൊക്കെ. ആത്മീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് തന്നെയാണ്. ആത്മീയതയിലേക്ക് തസൂഫക്കാട്ട് പോയിട്ട് എല്ലാം ഒന്ന് തന്നെയാണ്. പഠിത്തങ്ങള് ആ വല്ലാതെ ആകർഷിച്ച പ്രഭാഷണങ്ങൾ തസൂഫിന്റെ മേഖലയിലുള്ള പ്രഭാഷണം കേട്ടോ. നൗഷാദെ അംഗീകരിക്കേണ്ടത് എന്താ എന്റെ അഭിപ്രായം? ഇതൊന്ന് പറഞ്ഞ ഇവന്റെ തസൂഫിന്റെ ഒരു മേഖല ആത്മീയതയാണ്. ഇവന്റെ ആത്മീയ ഗുരുക്കളാണെന്ന് ആരാ നമുക്ക് അറിയണ്ടേ? നമുക്കത് കേട്ടോക്കാം. സ്വയം ഭാഷിക്കുകയും മറ്റുള്ളവരെ പ്രതിഭാസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസത്തെയാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. പ്രവാചകൻ സ്വയം പ്രകാശിക്കുന്നുണ്ട്, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നുമുണ്ട്. ഇങ്ങനെ വിളക്കായി പ്രവാചകന്മാർ മാറും. ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായിട്ടാണ് അല്ലെങ്കിൽ അനന്തരഗാമികളായിട്ടാണ് പിന്തുടർച്ചക്കാരായിട്ടാണ് ജ്ഞാനികളിൽ അവർക്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ സ്വയം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പ്രകാശ ജ്ഞാന ജ്യോതിസാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച മരണപ്പെട്ടു പോയ സ്വാമി മുനി നാരായണ പ്രസാദ്. അത് കേട്ടില്ലേ? അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ ജ്ഞാനികൾ, ആരിഫീങ്ങൾ എന്നിവരുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ മഹാനാണ്, ജ്ഞാനിയാണ് ആര്? സ്വാമി മുനി നാരായണ പ്രസാദ്. ഇനി ജ്ഞാനികളൊക്കെ നമ്മൾ കേൾക്കണ്ടേ? അപ്പം ജ്ഞാനികൾ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഉദ്ദേശിക്കുന്ന ജ്ഞാനി ആരാണെന്ന് മനസ്സിലാവും. നമ്മൾ കേട്ടു നോക്കുക. മൗലാന റൂമി ജ്ഞാനിയാണ്. അവരെ നമുക്ക് ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനായി കാണാൻ കഴിയില്ല. അബ്ദുൽ ഖാദർ ജീലാനി ജ്ഞാനിയാണ്, എന്നാൽ ഇബ്നു തൈമിയ്യ പണ്ഡിതനാണ്.
ഇതാണ് വ്യത്യാസമുള്ളത്. ഗസാലി ജ്ഞാനിയാണ്. കേട്ടില്ലേ? മൗലാന റൂമി ജ്ഞാനിയാണ്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ജ്ഞാനിയാണ്, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ജ്ഞാനിയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ജ്ഞാനിയാണ് ആര്? സ്വാമി മുനി നാരായണ പ്രസാദ്. ഞാൻ അദ്ദേഹത്തിന്റെ മഹത്തല്ലേ കേൾക്കണ്ടേ? കേൾപ്പിച്ചു തരാം. ആ ജ്ഞാനികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിട്ടാട്ടോ ആരും ഇവരിങ്ങനത്തെ കുറെ ജ്ഞാനികളുണ്ട്. അതിൽപ്പെട്ട ആളാണ് ആര്? നൗഷാദ് പറഞ്ഞ വടിത്തങ്ങൾ എന്ന് പറഞ്ഞ ആള് അങ്ങോട്ട് തോബയുടെ മനസ്സോടുകൂടെ ആത്മീയ ഗുരുവായി വന്നതല്ലേ. അപ്പം പിന്നെ തോബയുടെ മനസ്സെത്രണ്ട് നമുക്കൊന്ന് കാണാലോ. നൗഷാദ് ഒക്കെ പഠിക്കുന്ന ആളാണ്. നൗഷാദിന്റെ പ്രസംഗത്തിൽ പറയുന്നത് ഞങ്ങൾ ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ പഠിക്കുന്നു. നൗഷാദ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം സ്വാമി മുനി നാരായണ പ്രസാദിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് മുസ്തഫ പറയട്ടെ. മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സുഹൃത്ത് എന്ന സങ്കല്പം, വിരക്തി എന്ന സങ്കല്പം, വൈരാഗ്യം എന്ന സങ്കല്പം, എല്ലാറ്റിനോടും രാഗമില്ലാതെ ദ്വേഷമില്ലാതെ നടുനിലയിൽ നിന്ന് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമ്മുടെ കാലത്ത് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ഉദാഹരണമാണ് സ്വാമി മുനി നാരായണ പ്രസാദ്. സ്വാമി മുനി നാരായണ പ്രസാദ് നല്ല സാഹിദായിരുന്നു. ഇത്ര ആ വടിത്തങ്ങളെ പോലും മുസ്തഫ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, മധു പറഞ്ഞിട്ടുണ്ടാവില്ല. നല്ല സാഹിദായിരുന്നു. പോരാ, പറയട്ടെ. എപ്പോഴും ഈശ്വര ചിന്തയിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ, പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പോന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നല്ല തഖ്വയിൽ ജീവിച്ച വലിയ മഹാനാണ്. ഇനി ഇവന്റെ ജ്ഞാനികൾ എവിടെയൊക്കെ ഉണ്ടാകും? ഇപ്പം പോയ സ്ഥലങ്ങളൊക്കെ നമുക്ക് നോക്കാലോ. ഇപ്പൊ തോബയുടെ മനസ്സോട് കൂടെ പോയ സ്ഥലങ്ങൾ, അവിടെ ജ്ഞാനികൾ എവിടെയൊക്കെ ഉണ്ടാവും? നമുക്ക് കേട്ട് നോക്കാം. ആ ജ്ഞാനികൾ എപ്പോഴും നാം വിചാരിക്കുന്നത് പോലെ അരമനകളുടെ ഉള്ളിലല്ല. അത് ആശ്രമങ്ങളിലുണ്ട്, അത് മഠങ്ങളിലുണ്ട്, അത് മെഹ്റാബുകളിലുണ്ട്, അത് സൂഫി സങ്കേതങ്ങളിലുണ്ട്. അങ്ങനെയുള്ള ജ്ഞാനികളെയാണ് നാം അന്വേഷിച്ചു പോകേണ്ടത്. ഇപ്പം തിരിഞ്ഞില്ലേ മുസ്തഫയുടെ ജ്ഞാനി ആരിഫ് ആരാണെന്നുള്ളത്, നല്ല ഗുരു ആരാണെന്നുള്ള ഷെയ്ഖ് ആരാണെന്ന് തിരിഞ്ഞില്ലേ? നൗഷാദ് പഠിച്ചിട്ട് തീരുമാനം എടുത്താണ്. തോബക്ക് വേണ്ടി വന്നതാണ്. ഏത് ചിന്തയോടുകൂടെ? ആത്മീയ ഗുരുവാണ്, ആരിഫാണ്, ജ്ഞാനിയാണ് എന്ന ചിന്തയോടുകൂടെ മുസ്തഫ വന്നതാട്ടോ. എങ്ങോട്ട്? മടവൂർ കോട്ടയിലേക്ക്. ഇവരെ ജ്ഞാനി ആരാണെന്നും ഇവന്റെ മനസ്സിലുള്ള ചിന്ത എന്താണെന്നുള്ള ഇപ്പോൾ മനസ്സിലായില്ലേ? നൗഷാദ് പറയുന്നുണ്ട് ഒരാൾ വരുമ്പോൾ ഞങ്ങൾ ശരിക്കും പഠിക്കുന്നു. നീ പഠിച്ചിഞ്ഞോ നൗഷാദെ? നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും നൗഷാദിന്റെ ഗുരുവട്ടൂരോ അതല്ലേ മടവൂർ കോട്ടയിലോ സ്വാമി മുനി നാരായണ പ്രസാദിന്റെ ആണ്ട് നേർച്ച ഉണ്ടാവുമോ? അല്ല, അറിയായിട്ട് ചോദിക്കുകയാണ്. ഇജ്ജ് പറഞ്ഞാൽ മതി, മറുപടി പറഞ്ഞാൽ മതി. ഇനി വലിയ വിഷയമായിട്ട് നൗഷാദ് അവതരിപ്പിച്ചത് എന്താണ്? ഈ മുസ്തഫ മൗലവി കുറച്ച് വിദേശ പ്രതിനിധികളെയുമായിട്ട് നോളജ് സിറ്റിയിൽ വന്നു. ആദ്യമായിട്ട് നൗഷാദിനോട് ചോദിക്കാനുള്ളത്, ഈ മുസ്തഫ മൗലവിയെ നിങ്ങൾ നോട്ടീസിൽ പേര് കൊടുത്ത് 6 മാസമായി നിരന്തരം ക്ഷണിക്കുന്നത് പോലെ അങ്ങനെ ക്ഷണിച്ച് വരുത്തിയതാണോ മുസ്തഫ മൗലവിയെയും വിദേശ പ്രതിനിധികളെയും? അല്ലല്ലോ. മുസ്തഫ തന്നെ ആ വോയിസ് കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിച്ചു, ആ കൂട്ടത്തിൽ നോളജ് സിറ്റിയിലേക്കും വിളിച്ചു പറഞ്ഞ് അങ്ങോട്ട് വന്നു എന്നാവും പറയുന്നത്. ഇത് നോളജ് സിറ്റി എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, കാണാൻ ഒരുപാട് സംഗതികളുണ്ട്. അവിടെ വിദേശ പ്രതിനിധികൾ പലരും വരുന്നു, പല ആളുകളും വരുന്നു. അവിടെ കാണാനും അവിടെയുള്ള സംഗതികളൊക്കെ അറിയാനും പല ആളുകൾ പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അവിടെ ഔദ്യോഗികമായി ക്ഷണിക്കുന്നവർ വരുന്നുണ്ട്, ഔദ്യോഗികമായി അല്ലാതെ പലരും കാണാൻ വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ചങ്ങാതി വിളിച്ച് അതോ റമദാനോ മറ്റോ ഇവൻ പറഞ്ഞത് സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടോ ഇല്ലെന്ന് അള്ളാഹു ആലം. ഇനി ഉണ്ട് എന്ന് സമ്മതിക്കുകയാണെങ്കിൽ തന്നെ ഒരാൾ വിളിച്ചിട്ട് പറയാണ് എൻ്റെ അടുത്ത് കുറച്ച് വിദേശ പ്രതിനിധികളുണ്ട്, നോളജ് സിറ്റി ഒന്ന് കാണണം. ആ വന്നോളൂ, ഇവിടെ ആൾക്കാർക്കും വരാം, കാണാം. അവരെ ആളുകൾ വന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണുന്നു, ഹോസ്പിറ്റലുകൾ കാണുന്നു, പള്ളിന്റെ ഉള്ളിൽ കയറുന്നു, അവിടെ ഈത്തികാഫ് ഇരുന്ന ആളുകളൊക്കെ കാണുന്നു. അപ്പോൾ ആരോ പറയുന്നു, ബഹുമാനപ്പെട്ട അക്കി ഉസ്താദോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവിടെ ഇത് ഇവിടുത്തെ ആളുകളാണെന്ന് പറയുന്നു. വിദേശ പ്രതിനിധികൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഹദിയ കൊടുത്തു വരും. അത് മുസ്തഫയാണോ വന്നത്? ഇവർ എവിടുന്ന് വന്ന് ആർക്കറിയാം? എന്നിട്ട് മുസ്തഫ നൗഷാദ് ചോദിക്കുകയാണ്, അത് പിന്നെ വിദേശ പ്രതിനിധികൾ എന്തിനു വന്നു? ഇറാനിൽ നിന്ന് ആളുകൾ എന്തിനു വന്നു? ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. ഇറാനിൽ നിന്ന് പ്രതിനിധികൾ വന്നത് നോളജ് സിറ്റിയിലേക്കല്ല, മുസ്തഫാന്റെ അടുക്കലേക്കാ. മുസ്തഫാനോട് ചോദിക്ക്, മുസ്തഫാന്റെ സ്വന്തം ആളല്ലേ, അങ്ങോട്ട് ചോദിക്ക് എന്തിനു വന്നു? അവർ വിശ്വാസം എന്ത്? അവർ വിശ്വാസം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, മുസ്തഫാന്റെ അടുക്കലേക്കാ വന്ന്. മുസ്തഫാനോട് ചോദിക്കുക അവർ വിശ്വാസം എന്ത് എന്നുള്ളത്. ഇതൊന്നും ഞങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ല. അങ്ങനെ ഒരു ഔദ്യോഗിക പ്രതിനിധികളായിട്ട് നോളജ് സിറ്റിയിലേക്ക് ഒരു ഇറാനിൽ നിന്നോ ഒരു മുസ്തഫ മൗലവി ആരും വന്നിട്ടില്ല. ഇനി കാണാനായി പല ആളുകളും പല നാടുകളിൽ നിന്നും പലരും അവിടെ വരുന്നുണ്ട്, ആ കൂട്ടത്തിൽ അവരും വന്നേക്കാം. അതല്ലാതെ ഔദ്യോഗികമായി അങ്ങനെ ഒരു ടീം അവിടെ വന്നിട്ടേ ഇല്ല. ഏതായിരുന്നാലും നൗഷാദിനോട് വളരെ വിനയത്തോടുകൂടെ കുരുവട്ടൂരികളോടും നൗഷാദിനോടൊക്കെ പറയണം, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ കിടന്ന് മെഴുകി ഉരുണ്ട് മറിയുന്നത്? ഒരു ദീനെ സംരക്ഷിക്കാനാണോ? സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ടാണോ? എന്തിനു വേണ്ടിയിട്ടാണ്? ആരോടുള്ള വാശി തീർക്കാനാണ്? അതുകൊണ്ട് അല്പം ഒരു ഈമാനിന്റെ കണിക എവിടെയെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി വരണം. ഈ ഇബ്ലീസിനെ തോപ ചെയ്യിപ്പിക്കാനും ഈ രണ്ടാം ചേകനൂരായി കേരളത്തിൽ അറിയപ്പെട്ട ഒരാളെ സ്വീകരിച്ച് ഇരുത്തിയത് അതിനെ ന്യായീകരിച്ച് കിടന്നു മെഴുകാൻ എന്തിനും ഇതിനൊക്കെ തയ്യാറാവണം. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടെ ആദർശത്തിന്റെ ഒരു കണിക ശേഷിക്കുന്നുണ്ടെങ്കിൽ, ഈമാനിന്റെ ഒരു അംശം എവിടെയെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ, ഈ വേണ്ടാത്തരത്തിൽ നിന്ന്, ഈ അനാവശ്യമായ ഈ കിടന്ന് മെഴുകി ഉരുണ്ട് മറിയുന്നതിൽ നിന്ന് തൽക്കാലം ഒന്ന് പിന്മാറി
ആഖിറമുണ്ട്, മരണമുണ്ട് എന്ന ചിന്തയോടുകൂടെ സുന്നത്തി ജമാഅത്തിലേക്ക് കടന്നു വരൂ എന്ന് വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തി വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.